സിബി ജോസഫ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിബി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിലാണുള്ളത്. അദ്ദേഹം അല്പസമയം മുൻപ് തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം വോട്ട് ചെയ്ത ശേഷം ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെയുള്ള സാഹചര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ദിവ്യ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം കുടുംബസമേതം അതായത് കേസരി ഗവൺമെന്റ് കോളേജിലെ 135 ബൂത്തിലാണ് പ്രതിപക്ഷ നേതാവിന് വോട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ ആദ്യ വോട്ടറായി തന്നെ എത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം ഈ ഒരു ബൂത്തിലെ ആദ്യ വോട്ടറായി തന്നെ എത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് ചെയ്യുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പറവൂർ മണ്ഡലത്തിന്റെ ഒരു മറ്റൊരു ചരിത്രം കൂടി, അതായത് 1982 ആദ്യമായി EVM പരീക്ഷിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഈ പറവൂർ മണ്ഡലത്തിലെ ഈ ബൂത്തുകൾ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതായത് EVM പരീക്ഷണാടിസ്ഥാനത്തിൽ 1982 ആദ്യമായി ലോകത്ത് തന്നെ ആദ്യമായി പരീക്ഷിച്ചത്. അത് കേരളത്തിലെ ഈ പറവൂർ മണ്ഡലത്തിലാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉൾപ്പെടെ ആയിരുന്നു ആദ്യമായിട്ട് EVM പരീക്ഷിച്ചത്. ഇവിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വോട്ടുള്ളത്. അദ്ദേഹം തുടർച്ചയായി 6ാം വിജയത്തിന് വേണ്ടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 തവണയായി അദ്ദേഹം MLA ആണ് ഈ പറവൂർ മണ്ഡലത്തിൽ. 1996 VD സതീശൻ ആദ്യമായി മത്സരിക്കുന്നതെന്ന് P രാജുവിനോട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അന്ന് CPI നേതാവായ P രാജുവിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് 2001 മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ഇവിടെ MLA ആണ്. പറവൂർ ജനത പിന്നീട് അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. ഓരോ തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ 2021 പറവൂർ ജനത പറവൂരിലെ വോട്ടർമാർ അദ്ദേഹത്തിന് നൽകിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് 20,000 വോട്ട് ഭൂരിപക്ഷമായിരുന്നു. അങ്ങനെ ഓരോ തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുന്ന ഒരു സാഹചര്യമാണ്. ഈ തവണയും അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞൊന്നും കോൺഗ്രസ് പ്രവർത്തകരും VD സതീശനും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന ആൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ. ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവേശം ഈ പറവൂർ മണ്ഡലത്തിൽ ആകമാനം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ ഈ പറവൂരിലുള്ള കേസരി ഗവൺമെന്റ് കോളേജിലെ 135 ബൂത്തിൽ അദ്ദേഹവും ഭാര്യയും മകളും ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ബൂത്ത് കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഏറ്റവും അധികം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നമുക്ക് ഈ